മൂവാറ്റുപുഴ കദളിക്കാട് പോലീസ് സ്റ്റേഷനിലെ SIയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കദളിക്കാട് സ്റ്റേഷൻ SI മുഹമ്മദ് എമ്മിന് നേരെയാണ് ആക്രമണം നടന്നത്. മുഹമ്മദിന്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വാഹന പരിശോധനയുടെ ദൃശ്യങ്ങളാണിത്. സമയം വൈകിട്ട് 3:30. കറുത്ത സാൻട്രോ കാറിലെത്തിയ രണ്ടുപേർ എന്തോ കൈമാറ്റം ചെയ്യുന്നുവെന്ന സംശയത്തിലാണ് കദളിക്കാട് SI മുഹമ്മദും കൂടെയുണ്ടായിരുന്ന പോലീസുകാരനും പെട്രോളിംഗ് വാഹനം നിർത്തിയത്. വാഹനത്തിലുള്ളവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരെ താഴേക്ക് തള്ളിയിട്ടു. കാലിലൂടെ വാഹനം കയറ്റി. മുന്നോട്ട് പോയ വാഹനം വീണ്ടും പിന്നോട്ടെടുത്ത് ശരീരത്തിലൂടെ കയറ്റിയിറക്കിയെന്നാണ് മുഹമ്മദ് പറയുന്നത്. രണ്ട് പിള്ളേരെന്തോ കൈമാറുന്ന പോലെ തോന്നി വണ്ടി പാസ് ചെയ്തപ്പോൾ. അപ്പോൾ ഡ്രൈവർ ജിബിയുടെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കും. അപ്പോൾ ജിബിയുടെ പറഞ്ഞ് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടോ എന്ന് പറഞ്ഞു. വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെന്നു വണ്ടിയുടെ അടുത്തേക്ക്. വണ്ടിയുടെ ഇറക്കി ചെന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് താക്കോൽ ഓഫ് ചെയ്യണമെന്ന് ഇറങ്ങിയ ഒരു കാര്യം ചോദിക്കാനാണ് നടക്കും. അങ്ങനെ അപ്പം തന്നെ ഫ്രണ്ടിൽ ഇടുന്ന വേറൊരാളുണ്ടായിരുന്നു. അയാൾ എൻ്റെ ബൈക്കോടെ ഇറങ്ങുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ നേരെ വണ്ടി റിവേഴ്സ് ഫുള്ള് ലെഫ്റ്റിലേക്ക് എടുത്ത് റിവേഴ്സിൽ ഒറ്റ എടുക്കില്ല. ഞാൻ ഈ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് ലെഫ്റ്റ് ഓടിച്ചിട്ട് ഒറ്റ എടുക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സൈഡിലിടുന്ന എൻ്റെ കാലേക്കൂടെ ആദ്യം കയറി. കാലേക്കൂടെ കയറിയപ്പോൾ ഞാൻ വീണു. പിന്നെ വലത് തുടയിൽ കൂടെ കയറി ഇങ്ങനെ ഈ ഷോൾഡർ ഈ ചെസ്റ്റിൻ്റെ ഇതിൽ കൂടെ കൈയുടെ ഇതിൽ കൂടെ കയറി ഈ കൈയുടെ ഇതിൽ കൂടെ കയറി വണ്ടി അത് കറങ്ങി ഇവിടെ ഈ ചെസ്റ്റിൻ്റെ കൂടെ കയറി കഴിഞ്ഞപ്പോൾ ജാമായിട്ടുള്ളത്. വീഴ്ചെടുത്തു. അപ്പോഴേക്കും ഡ്രൈവർ ഇറങ്ങി വന്നായിരുന്നു എൻ്റെ ജീപ്പിൻ്റെ ഡ്രൈവർ. പക്ഷെ അവന് ഫ്രണ്ടിലേക്ക് ആ നാഗപ്പുഴ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനിടെ കാറിലുണ്ടായിരുന്ന ഒരാൾ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാൾ വാഹനവുമായി കടന്നുകളഞ്ഞു. മുഹമ്മദിന്റെ കാലിൽ 2 ഒടിവുകളുണ്ട്. കഴുത്തിന് സമീപത്തുകൂടി വാഹനത്തിന്റെ ടയർ കയറ്റിയിറങ്ങിയ മുറിവുകളുമുണ്ട്. മുഹമ്മദ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രതികളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. വധശ്രമത്തിനും ജോലി തടസ്സപ്പെടുത്തിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കായി വ്യാപക അന്വേഷണത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.